പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മക്കളെയും തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളുടെ മക്കളുടെ മേൽ ചൊരിയുന്ന കൃപകളെയോർത്ത്, അനുഗ്രഹങ്ങളെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകത്താൽ നിറഞ്ഞ് ഞങ്ങളുടെ മക്കൾ സ്വർഗത്തിന്റെ സഹായത്തിൽ പരീക്ഷ എഴുതട്ടെ. അതിനുവേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും, ഇതിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും, അതോടൊപ്പം പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകമാവിധം അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഒപ്പം കർത്താവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് തങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ മാതാപിതാക്കളുടെ, ഈ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന സ്വീകരിച്ച് എല്ലാ മക്കളെയും പ്രത്യേകമാവിധം അനുഗ്രഹിക്കണമേ. കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. പഠന മേഖല, ജോലി മേഖല, സാമ്പത്തിക മേഖല, ഭാവി ജീവിതം എല്ലാം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ മാതാവിന്റെയും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും ഉണ്ണീശോയുടെയും നിറസാന്നിധ്യത്തിൽ തിരുക്കുടുംബത്തിന്റെ കൃപാനിറവ് എല്ലാ കുടുംബങ്ങൾക്കും, എല്ലാ മക്കൾക്കും ലഭിക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഇന്നലെ മുതൽ SSLC പരീക്ഷ ആരംഭിച്ചു. ഒപ്പം +2, +1 പരീക്ഷകൾ ആരംഭിക്കുന്നു. മറ്റൊത്തിരിയേറെ പരീക്ഷകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന ശുശ്രൂഷ ആയിരങ്ങളിലേക്ക് പങ്കുവച്ചു കൊടുക്കുക. നമ്മുടെ മാതാപിതാക്കളും പ്രിയപ്പെട്ടവരും പരീക്ഷ എഴുതുന്ന എല്ലാ മക്കൾക്കും വേണ്ടി, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന, പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റ് വർക്കുകൾ, മറ്റെല്ലാ എക്സാമിനേഷൻസും അതിശക്തമായി നേരിടാനുള്ള അഭിഷേകവും ശക്തിയും കൃപയും സ്വർഗത്തിന്റെ സഹായവും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും നമ്മുടെ എല്ലാ മക്കൾക്കും ലഭിക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന അനേകരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ വലിയ അഭിഷേകത്തോടെ മക്കളെ ചേർത്ത് പിടിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഒത്തിരിയേറെ മക്കള് അച്ഛനെ വിളിക്കുന്നു, നമ്മുടെ മെസ്സേജ് വിടുന്നു, കമന്റ് ഇടുന്നു. ഒത്തിരിയേറെ മക്കള് പരീക്ഷ പേടിയിലാണ്. പല വിഷയങ്ങളെ കുറിച്ചുള്ള പേടി, പരീക്ഷ എഴുതാൻ പറ്റുന്ന പേടി. ചില മക്കള് പഠിച്ചത് മറന്നു പോകുന്നു. പരീക്ഷ ഓളി ചെല്ലുമ്പോൾ എഴുതാൻ പറ്റണില്ല. ഒരുമാതിരി ഒരവസ്ഥയിലൂടെയാണ് പല മക്കളും കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ മക്കൾക്ക് ആത്മീയമായ അഭിഷേകം, ശക്തി ലഭിക്കാൻ നമുക്ക് ഒരുമിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടി തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ ഇവിടുത്തെ നിത്യാരാധനയിലും ശുദ്ധ കുർബാനയിലും ദിവ്യകാരുണ്യ സന്നിധിയില് എല്ലാ മക്കളെയും, നിങ്ങളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ ശക്തമായ ഇടപെടല് നമ്മുടെ മക്കൾക്ക് ലഭിക്കുമാറാകട്ടെ. ഇന്ന് നമുക്ക് ദൈവം തന്നിരിക്കുന്ന വചനം യെശയ്യാ പ്രവാചന പുസ്തകത്തില് 41-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വചനത്തിന്റെ വാഗ്ദാനമാണ്. കർത്താവ് പറയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. കർത്താവിന്റെ ഒരു വലിയ വാഗ്ദാനമാണ്. ഭയപ്പെടേണ്ട. വിശുദ്ധ ബൈബിളിൽ 365 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഭയപ്പെടേണ്ട. കാരണം എന്താണ്? ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും. മാത്രമല്ല, വിജയകരമായ വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ
താങ്ങി നിർത്തും. ഇത് ദൈവം പറഞ്ഞ വാഗ്ദാനമാണ്, ദൈവത്തിന്റെ വചനമാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം ഈ വചനം അവകാശപ്പെട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ മക്കളാണ് ഞങ്ങളുടെ മക്കളുടെ ഭയം. അവര് ക്ഷീണിച്ചു പോകുന്നു, മടുത്തു പോകുന്നു, ബലം കെട്ടുപോകുന്നു. ഇവിടെ അങ്ങ് പറഞ്ഞ പോലെ ഞങ്ങളുടെ മക്കളെ അങ്ങ് സഹായിക്കണം. ഞങ്ങളുടെ മക്കളുടെ കൂടെ ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവേ, ഞങ്ങളുടെ മക്കളെ അങ്ങ് ശക്തിപ്പെടുത്തണം. അങ്ങ് പറഞ്ഞ പോലെ ഞങ്ങളുടെ മക്കളെ അങ്ങ് സഹായിക്കണം. അങ്ങ് ഞങ്ങളുടെ മക്കളുടെ കൂടെയുണ്ട് എന്നുള്ള ആ വലിയ സാന്നിധ്യം കർത്താവേ ഞങ്ങളുടെ മക്കൾക്ക് നൽകണം. മാത്രമല്ല, വിജയകരമായ വലങ്കൈ ഞങ്ങളുടെ മക്കളെ താങ്ങി നിർത്തണം. വിജയം നൽകുന്ന യോദ്ധാവാണ് നമ്മുടെ ദൈവം. കർത്താവിന്റെ സർവാധിപത്യവും സർവശക്തിയും സഹായവും വിജയകരമായ വലിയ ഇടപെടലും നമ്മുടെ മക്കളുടെ പരീക്ഷയില്, പഠനത്തില് അവർക്കുണ്ടാകണം. ഉറപ്പോടെ, വലിയ ധൈര്യത്തോടെ, കോൺഫിഡൻസിന്റെ ഉന്നതിയിൽ നിന്നുകൊണ്ട് നമ്മുടെ മക്കൾ ധീരതയോടെ ഈ പരീക്ഷയെ നേരിടണം. സ്വർഗത്തിന്റെ സഹായത്താൽ നിറഞ്ഞ് ഈ യെശയ്യാ 41:10 വചനശക്തിയുടെ വാഗ്ദാനങ്ങളാൽ നിറയപ്പെട്ട് ഈ വചനം മാംസം ധരിച്ച ഒരു പരീക്ഷ ആകട്ടെ നമ്മുടെ മക്കൾക്ക് ഈ പരീക്ഷാകാലം. കർത്താവ് കൂടെ നിന്ന്, കർത്താവ് ശക്തിപ്പെടുത്തി, കർത്താവ് സഹായിച്ച് തന്റെ വിജയകരമായ വലം കൈക്കൊണ്ട് താങ്ങി നിർത്തി നമ്മുടെ മക്കൾ പരീക്ഷ എഴുതട്ടെ. നമ്മുടെ മക്കള് ഒരിക്കലും തോൽക്കത്തില്ല. മാത്രമല്ല, എവിടെ ചെന്നാലും കർത്താവ് കൂടെയുണ്ട്. കർത്താവ് വഴി തുറക്കും, കർത്താവ് ഇടപെടും, കർത്താവ് ശക്തി പ്രകടമാക്കും. കർത്താവ് കൂടെയുണ്ടെങ്കിൽ വിജയം സുനിശ്ചിതം. ദാവീദ് പറഞ്ഞ പോലെ ഗോലിയാത്ത് എന്ന മലനോട് പറഞ്ഞില്ലേ, ഞാൻ തോൽപ്പിക്കും നിന്നെ, ഈ പരീക്ഷയെ ഞാൻ തോൽപ്പിക്കും. കാരണം ഇത് കർത്താവിന്റെ യുദ്ധ. കർത്താവ എന്റെ കൂടെയുള്ള, കർത്താവ എന്നെ താങ്ങി നിർത്തുന്ന, കർത്താവിന്റെ വിജയകരമായ കയ്യ എന്നെ താങ്ങി നിർത്തുന്ന, കർത്താവ എന്നെ സഹായിക്കുന്ന, കർത്താവ എന്നെ ശക്തിപ്പെടുത്തുന്ന. ഇതുപോലെ പറയാൻ ഇടയാകത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ ശക്തമായ ഇടപെടല് മക്കൾക്കുണ്ടാകട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ മക്കള് ഈ ദൈവത്തിൽ വിശ്വസിച്ച്, ഈ ദൈവത്തിൽ ആശ്രയിച്ച്, ഈ ദൈവത്തിന്റെ വചനം സ്വന്തമായി സ്വീകരിച്ച് ജീവിക്കാൻ ഇടയാകട്ടെ. ഈ വചനം നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം. കർത്താവ് പറഞ്ഞ, മക്കളെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ വിജയകരമായ വലം കൈക്കൊണ്ട് നിന്നെ താങ്ങി നിർത്തുമെന്ന് മോനെ, മോളെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നിന്നോടാ പറഞ്ഞേ, സ്വീകരിക്കും മോനെ, മോളെ എന്ന് പറഞ്ഞ് അവനെ ബലപ്പെടുത്തുക, അവളെ ബലപ്പെടുത്തുക, ശക്തിപ്പെടുത്തുക. അവരഭിഷേകം ലഭിക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. കർത്താവ് പറഞ്ഞാൽ ചെയ്യും. സംഖ്യ 23:19 കർത്താവ് പറഞ്ഞില്ലേ, വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ലല്ലോ, അനുദപിക്കാൻ അവിടുന്ന് മനുഷ്യപുത്രനുമല്ല. പറഞ്ഞത് അവിടുന്ന് ചെയ്യാതിരിക്കുമോ? പറഞ്ഞത് അവിടുന്ന് നിറവേറ്റാതിരിക്കുമോ? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ചെയ്യാതിരിക്കില്ല, നിറവേറ്റാതിരിക്കത്തില്ല. വിശ്വസിക്കുക, നീ ദൈവമഹത്വം ദർശിക്കും. ഈ അഭിഷേകത്തിന്റെ കരുത്തിൽ നമ്മുടെ മക്കൾ പഠിക്കാനിടയാകത്തക്ക വിധം നമ്മുടെ കരങ്ങൾ ഉയർത്തി ദിവ്യകാരണ സന്നദ്ധിയില് ഈ വചനത്തിന്റെ അഭിഷേക ശക്തി നമ്മുടെ മക്കളിൽ വ്യാപരിക്കാൻ വേണ്ടി അറിയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളും ഈ ഉറപ്പിൽ കരുത്തോടെ, ധൈര്യത്തോടെ, ഭയം വിട്ടുമാറി വലിയ ശക്തിയോടെ ദൈവിക സഹായത്തിൽ പരീക്ഷ എഴുതട്ടെ. ഉന്നതമായ വിജയം നൽകുന്ന കർത്താവിന്റെ വലങ്കൈ അവരെ താങ്ങി നിർത്തട്ടെ. അതിലൂടെ പരീക്ഷയിൽ വിജയം കൈവരിച്ച് നമ്മുടെ മക്കൾ, ദൈവത്തിന്റെ മക്കൾ കരുത്തോടെ, ശക്തിയോടെ വിജയം വരിച്ച് പരീക്ഷ വിജയിക്കട്ടെ. വലിയ അഭിഷേകത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാര സ്ഥാനത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവം വാക്കുപാലിക്കുന്നവൻ, നമ്മുടെ ദൈവം ഇടപെടുന്നവൻ, നമ്മുടെ ദൈവം വിശ്വസ്തൻ. അവിടുന്ന് ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് ഈ വചനത്തെ നമ്മുടെ ജീവിതത്തില്, മക്കളുടെ ജീവിതത്തിൽ സ്ഥിരീകരിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും
ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, ഞങ്ങളുടെ മക്കളുടെ പരീക്ഷാ വിജയത്തിനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങളുടെ മക്കളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, അങ്ങ് പറഞ്ഞ വാഗ്ദാനങ്ങള്, അങ്ങ് പറഞ്ഞ വചനങ്ങള് ഞങ്ങളുടെ മക്കൾക്ക് അനുഭവിക്കത്തക്ക വിധം ഞങ്ങളുടെ മക്കൾ അങ്ങയോട് ചേർന്ന് നിൽക്കട്ടെ. കർത്താവേ, അതിനുവേണ്ടി ഞങ്ങളുടെ മക്കൾക്കായിട്ട് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, അങ്ങ് പറഞ്ഞ വാഗ്ദാനം അവകാശപ്പെട്ടുകൊണ്ട്, അങ്ങയുടെ വചനത്തെ അവകാശപ്പെട്ടുകൊണ്ട് ഇന്ന് ഞങ്ങൾ പ്രത്യേകമാവിധത്തില് തിരുസന്നിധിയില് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പറഞ്ഞില്ലേ യെശയ്യാ പ്രവാചകനിലൂടെ, അങ്ങ് പറഞ്ഞില്ലേ 41:10, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ വിജയകരമായ വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഈശോയെ, ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. ഒത്തിരി പരീക്ഷാ ഭയത്തിൽ കഴിയുന്ന മക്കള്, നന്നായിട്ട് പരീക്ഷ എഴുതാൻ പറ്റാത്ത മക്കള്, പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്ന മക്കള്, ഇനി പഠിക്കാൻ പറ്റാത്ത വിധം പല പല അടിമത്തങ്ങൾ പെട്ടുപോയ മക്കള്, പഠിക്കാൻ അലസത, മടി, താല്പര്യക്കുറവ്, ചില വിഷയങ്ങൾ പഠിക്കാൻ പറ്റുന്നില്ല. കർത്താവേ, അങ്ങ് പറഞ്ഞ പോലെ അങ്ങ് ഞങ്ങളുടെ മക്കളെ കൂടെ ഉണ്ടായിരിക്കണമേ. അങ്ങ് ഞങ്ങളുടെ മക്കളെ ശക്തിപ്പെടുത്തണമേ. അങ്ങ് ഞങ്ങളുടെ മക്കളെ സഹായിക്കണമേ. അങ്ങയുടെ വിജയകരമായ വലം കൈക്കൊണ്ട് ഞങ്ങളുടെ മക്കളെ താങ്ങി നിർത്തി ആ വിജയം ഞങ്ങളുടെ മക്കൾക്ക് സ്വന്തമാക്കാൻ ഇടയാക്കണമേ. ഈശോയെ, അങ്ങേക്കല്ലാതെ ഞങ്ങളുടെ മക്കളെ സഹായിക്കാൻ ആർക്കും പറ്റില്ല. അങ്ങയുടെ ബലത്തിനല്ലാതെ ഞങ്ങളുടെ മക്കളെ ബലപ്പെടുത്താൻ ഒന്നിനും പറ്റത്തില്ല. ഈശോയെ, അങ്ങ് ഇടപെട്ടാൽ, അങ്ങ് സാന്നിധ്യം നൽകിയാൽ, അങ്ങ് ശക്തിപ്പെടുത്തിയാൽ, അങ്ങ് സഹായിച്ചാൽ, അങ്ങയുടെ വിജയകരമായ കരം ഞങ്ങളുടെ മക്കളെ താങ്ങി നിർത്തിയാൽ, ഉറപ്പ്, നിശ്ചയം, ഞങ്ങളുടെ മക്കൾ ജയിക്കും. അവരുടെ ഭയം മാറിപ്പോകും. ഈശോയെ, അതിനുവേണ്ടി ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കളെല്ലാവരെയും ഈ ഒരു അഭിഷേകത്തിനു വേണ്ടി കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, ഇത്ര നല്ല സ്നേഹമായ വാഗ്ദാനം നൽകി അത് പൂർത്തീകരിച്ചുകൊണ്ട് നമ്മുടെ കൂടെയായിരിക്കുന്ന ദിവ്യകാരുണ്യനാഥന്റെ ശക്തമായ ഇടപെടലിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട്, ഈ വചനത്തിലൂടെ നമ്മെ ബലപ്പെടുത്തുന്ന, നമ്മുടെ മക്കളെ ശക്തിപ്പെടുത്തുന്ന വലിയ വാഗ്ദാനത്തെ ഓർത്ത് അതെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട്, സത്യം തന്നെയായ വചനത്തെ സ്ഥിരീകരിച്ചുകൊണ്ട് ഇടപെടുന്ന ആ വലിയ കരുണയോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട്, നമ്മുടെ മക്കളെ ഉയർത്തി സമർപ്പിച്ചുകൊണ്ട് നന്ദിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ, നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഇടപെടണമേ, ശക്തിപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. സ്നേഹത്തോടെ, വിശ്വാസത്തോടെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ മക്കളെ അങ്ങേക്ക് പരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കൾ ഈ വിശ്വാസത്തിൽ ഉറപ്പിക്കപ്പെടട്ടെ. ഈ വചനശക്തി ഞങ്ങളുടെ മക്കളിലേക്ക് പകരപ്പെടട്ടെ. വചനം മാംസം ധരിക്കട്ടെ. ഈ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ മക്കൾ ഭയപ്പെടാതെ, സങ്കടപ്പെടാതെ, ആകുലപ്പെടാതെ, ധീരതയോടെ, കരുത്തോടെ, ബലത്തോടെ, ശക്തിയോടെ, അങ്ങയുടെ ബലത്തിന്റെ കരത്തിന്റെ സഹായത്തിൽ ഞങ്ങളുടെ മക്കൾ ഈ പരീക്ഷകളെല്ലാം എഴുതട്ടെ. ഞങ്ങളുടെ മക്കൾ ജയിക്കട്ടെ, വിജയം കൈവരിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു ഈശോയെ. അതിനായി ഞങ്ങളുടെ മക്കളെല്ലാവരെയും അങ്ങേ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. അങ്ങയുടെ സഹായം, വചനത്തിന്റെ പൂർണ്ണത ഞങ്ങളുടെ മക്കളെല്ലാവരും അനുഭവിക്കട്ടെ. അങ്ങനെ അങ്ങയുമായുള്ള ആഴമായ ബന്ധത്തിൽ ഇനി അങ്ങോട്ട് ഞങ്ങളുടെ മക്കൾ ജീവിക്കട്ടെ, വളരട്ടെ, ഫലം പുറപ്പെടുവിക്കട്ടെ. എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങൾക്ക് വേണ്ടി നമ്മുടെ മക്കൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദത്തിനും അനുഗ്രഹത്തിനും വേണ്ടി നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ആശീർവാദത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ,
പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയേ ദിവ്യാനീശോയെ ഞങ്ങളുടെ എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് ആശീർവദിച്ച് ഈ വചനശക്തി അവരിൽ നിറച്ച് അവരെ ബലപ്പെടുത്തണമേ. നിങ്ങളുടെ നാമത്തിൽ ഞങ്ങളുടെ മക്കൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു.